ഹായ് ഫ്രണ്ട്സ്, MD കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ചെയ്യാൻ പോണത് ഒരു കസ്റ്റർഡ് പൗഡർ ഇല്ലാതെ ഒരു ഫുഡിംഗ് ആണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിലാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: റവ 2 സ്പൂണ്, കാഷ്യൂനട്ട് ഒരു 10 എണ്ണം, പിന്നെ ഏലക്ക 2 എണ്ണം, കോൺഫ്ലവർ 2 സ്പൂണ്, ഷുഗർ 4 സ്പൂണാണ്. ആവശ്യത്തിൽ എടുക്കാം. നമ്മളിപ്പോൾ 1 ഗ്ലാസ്സിൽ പാലിലാണ് 4 സ്പൂണ്, 1 ഗ്ലാസ് പാൽ. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് 1 ഗ്ലാസ്സിലാണ് പാല്. കുറേ വേണമെങ്കിൽ നമ്മൾ ആദ്യമേ റവയൊക്കെ കലർത്തിയിട്ട് വെക്കണം. ഇപ്പോൾ കുറച്ചേ പാലുള്ളൂ. അപ്പോൾ അതിന് 2 സ്പൂൺ നമ്മൾ പാൽ ഒരു ചെറിയ ചൂടിരിക്കുമ്പോൾ നമ്മൾ കലർത്താം. അതിന് മുമ്പ് നമ്മൾ പൊടിക്കണം. ഒരു പൗഡർ വേണം. കാഷ്യൂനട്ട്, പിന്നെ കോൺഫ്ലവർ, ഏലക്ക, ഷുഗർ, ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കണം. നമ്മൾ പാൽ ചൂടായി 2 സ്പൂൺ റവ ഇട്ട് നന്നായിട്ട് കലർത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാൽ അറിയാം. വെള്ളം കലർത്താതെ പാലാണ്. സ്റ്റീമിലാണ് വെക്കാൻ പോകുന്നത്. പൗഡറൊക്കെ പൊടിച്ചു അത് കുറച്ച് ഇട്ടിട്ട് നമ്മൾ കലർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പാൽ തികയാതെ വന്നാൽ നമ്മൾ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. സ്റ്റീമിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് സ്റ്റാൻഡും വെച്ചു. ഓൾറെഡി നമ്മൾ ബട്ടർ തേച്ച് ഒരു പിടിപ്പിച്ചിരിക്കുകയാണ് ഒരു പാത്രത്തിൽ. അതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഈക്വലായിട്ട് ചെയ്ത ശേഷം നല്ല ടാപ്പ് ചെയ്യണം. തട്ടി കൊടുക്കണം. അത് നേരൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീമിൽ വെച്ച് ഒരു 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ അടപ്പിട്ട് വെച്ച് കൊടുക്കണം. 2 അടപ്പ് വെക്കണം. 40 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിങ്ങനെ തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. കട്ട് ചെയ്യാം. നല്ല ഫ്ലഫി ആയിട്ട് ഫുഡിംഗ് ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫുഡിംഗ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.